കത്തോലിക്ക തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കണമെന്നും മറ്റ് ദൈവന്മാരെ ആരാധിക്കുകയോ മറ്റ് ദൈവന്മാരെ പൂജിക്കുകയോ ചെയ്യരുതെന്ന്. കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസ സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റ് വിജാതീയ ദേവന്മാരുടെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുകയോ ബലിവസ്തുക്കൾ സ്വീകരിക്കുകയോ കഴിക്കുകയോ ചെയ്യരുത്. ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ദേവീ ദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുവായ മൃഗങ്ങളുടെ ശരീരം ഏതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലിയാണ് അത് നടത്തിയതെങ്കിൽ അത് കഴിക്കരുതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഉള്ള മതങ്ങളിൽ ഒരേ ഒരു മതം മാത്രമാണ് ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. രണ്ട് മതങ്ങളുണ്ട്, ഒന്ന് ജൂതമതവും ഒന്ന് കത്തോലിക്ക തിരുസഭയുടെ സഭയുമാണ്. ഈ രണ്ട് മതങ്ങളും ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ജൂതമതം യേശുവിൽ വിശ്വസിക്കുന്നില്ല. യേശുവിലോ യേശുവിൻ്റെ കുരിശിൻ്റെ ജീവിതത്തിലോ യേശുവിൻ്റെ കുരിശ് ജീവിതത്തിലൂടെ മനുഷ്യ മക്കളെ രക്ഷിച്ചോ എന്നൊരു കാര്യം അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അവർ വിശ്വസിക്കുന്നില്ല. അതിനെ അവർ തള്ളിക്കളയുന്നു. അതുകൊണ്ട് ലോകത്തിൽ ഒരേ ഒരു മതം മാത്രമേ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുകയും അവനയച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ പിതാവിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരേ ഒരു മതം മാത്രമേ ലോകത്തിലുള്ളൂ. അത് ഏത് മതമാണെന്ന് വെച്ചാൽ ആ മതമാണ് ക്രൈസ്തവ സഭ, ക്രിസ്തുവിൻ്റെ സഭ. ക്യാൻസർ വന്നാൽ ആ ക്യാൻസർ വരും. നിങ്ങളുടെ വീട്ടിൽ ഹൃദയ സംബന്ധമായ രോഗം വന്നാൽ അത് ഹെറിഡിറ്ററിയാണ്. അത് അടുത്ത കുടുംബത്തിലേക്ക് വരും, ഉറപ്പാണ്. ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം താഴെ പോയപ്പോൾ ഒരു സഹോദരൻ പറയാറുന്നു, അച്ഛാ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു പരിശോധിച്ചു, ക്യാൻസറായി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും പരിശോധിക്കുക, ഈ രോഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും. ആ ഡോക്ടറാണ് ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി. കാരണം അത് ക്യാൻസർ വന്നാൽ ക്യാൻസർ ഉണ്ടാകും. ഇവരെ പരിശോധിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനുശേഷം നല്ല ഡോക്ടർമാരുടെ അടുത്ത് പോകണം. കാരണം ചില ഡോക്ടർമാർ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ മരുന്ന് തരമല്ല, നമ്മുടെ ഹിസ്റ്ററി പഠിക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ ഹിസ്റ്ററി പഠിച്ചിട്ടാണ് മരുന്ന് കൊടുക്കേണ്ടത്. ചിലർ ചെല്ലുന്ന വഴി നിങ്ങൾക്ക് പനിയുണ്ട്, എന്ത് തരുമെന്ന് പറയുമ്പോൾ സ്റ്റിറോയിഡ് തരും. 2 ദിവസം കൊണ്ട് പനി മാറും. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പനി വരും. നമ്മൾ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോകും? ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയേ പോകുള്ളൂ. കാരണം എന്താ, മരുന്ന് തന്നപ്പോൾ മാറി. ചില ഡോക്ടർമാർ അങ്ങനെയല്ല, ആ ഹിസ്റ്ററി പഠിച്ചിട്ട് ഹിസ്റ്ററി അനുസരിച്ചാണ് മരുന്ന് തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ സഹോദരൻ എന്നോട് അച്ഛൻ പറയുന്ന കാര്യം ശരിയാണ്. ഒരാൾക്ക് ക്യാൻസർ വന്നാൽ, ഒരാൾക്ക് ട്യൂമർ വന്നാൽ, ഒരാൾക്ക് ഹൃദയ സംബന്ധ രോഗം വന്നാൽ, ഒരാൾക്ക് കിഡ്നി സംബന്ധ രോഗം വന്നാൽ അതിലേതെങ്കിലും രോഗങ്ങൾ അവരുടെ അടുത്ത തലമുറകളായിട്ട് വരും. എന്നാൽ അത് ഉണ്ടാകില്ല എന്നവിടെ പറയണേ, ശരിയല്ലേ? ഉണ്ടാകുന്നില്ലെന്ന് പറയാണ്. എൻ്റെ കൽപ്പന പാലിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ, അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല, അവൻ തീർച്ചയായും ജീവിക്കും. അവൻ തീർച്ചയായും ചെയ്യും. കർത്താവ് നമ്മളെ ജനിപ്പിച്ചൊരു കൊല്ലാൻ വേണ്ടിയല്ല. കർത്താവ് നമ്മളെ ജനിപ്പിച്ച് അപകടത്തിൽ മരിക്കാൻ വേണ്ടിയല്ല. കർത്താവ് നമ്മളെ ജനിപ്പിച്ച് മാരക രോഗങ്ങൾ വന്ന് മരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി ജീവിക്കുക. നമ്മുടെ കുട്ടികളുടെ ആയുസ് നോക്ക്, 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ കാരണന്മാരുടെ നോക്ക് 100, 100, 110. ഇനി പൂർവ്വപിതാക്കന്മാരുടെ നോക്ക് 200, 300, 700, 800, 900. നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ശ്രേഷ്ഠ ജനതയാണ്. 1 കൊരിന്ത്യർ 10:20-24 ഒരേ സമയം കർത്താവിൻ്റെ മേശയിലും ഒരേ സമയം പിശാചുകളുടെ മേശയിലും നിങ്ങൾക്ക് പങ്കാളികളാകാൻ സാധിക്കില്ല. അതായത് 2 വള്ളത്തിൽ കാല് കുത്താൻ പറ്റില്ല എന്ന് ചുരുക്കം. ഏതെങ്കിലും ഒരു വള്ളത്തിലേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ ഈ അക്രൈസ്തവരുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ആരാധന നടത്തി, അവരുടെ പൂജാവസ്തു കഴിച്ച്, അവിടെ ദേവൻ അർപ്പിച്ച മാംസം കഴിച്ച് ജീവിക്കുക. അപ്പോൾ എന്തുണ്ടാവും? ദൈവം നമ്മളെ കാക്കില്ല, ദൈവം നമ്മളെ സുരക്ഷ നൽകില്ല, ദൈവം നമ്മളെ പരിപാലിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇപ്രകാരം പറയാം, ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രം, നീ കർത്താവിൻ്റെ പാനപാത്രത്തിൽ പങ്കാളിയാണ്,
തൊട്ടടുത്ത് ജീവിക്കുന്ന എല്ലാ മതസ്ഥരുടെയും ബലിവസ്തുക്കൾ സ്വീകരിച്ച് നീ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം സഹായിക്കില്ല എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു. ആണ്ടുവട്ടത്തിൽ 3-4 തവണ ഈ ഈ ലേഖനഭാഗം വായിക്കുന്നുണ്ട്. ഒരച്ഛന്മാരും ഇതിനെക്കുറിച്ച് ഇത്ര കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറയാൻ കാരണം ഞാൻ ഇത് തെറ്റല്ല എന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന അച്ഛനാണ്. പ്രസംഗിച്ച് വന്നപ്പോൾ 2013 വന്നപ്പോൾ മരിക്കാൻ പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി കളി ആരോടാ? ക്രിസ്തുവിനോടാ. ഹല്ലേലൂയ. തീക്കൊള്ളിയോടെ അടുത്ത് നമ്മൾ കളിക്കാൻ പോയ തീ നമ്മളെ ആളി കത്തും. അത് അച്ഛനാണെന്ന് തോന്നില്ല, മെത്രാനാണെന്ന് തോന്നില്ല, സിസ്റ്റാണെന്ന് തോന്നില്ല, ഇല്ലല്ലോ. വെള്ളത്തിനോട് നമ്മൾ കളിക്കാൻ ചെന്നാൽ വെള്ളം എന്ത് ചെയ്യും? വെള്ളം നമ്മളെയും കൊണ്ട് പോകും. ബലിവസ്തു കഴിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും മോശമില്ല, നിങ്ങൾ കഴിച്ചോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കുരിശും വരച്ചിട്ട് കഴിച്ചോ. പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അന്നാമളം ഉണ്ടെങ്കിൽ അന്നാമളം ഒഴിച്ചിട്ട് കഴിച്ചോ. പറ്റില്ല. അവിടെ വചനം പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം വചനത്തിൽ മായം കലർത്താൻ അച്ഛനോ സിസ്റ്റനോ വചനപ്രഘോഷകനോ കൗൺസിലർക്കോ മെത്രാനോ പാടില്ല. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന് മംഗളാശംസ. ഈ വാക്യം വായിച്ചിട്ട് ഒരു അച്ഛന് ഒരു സിസ്റ്ററിന് പ്രസംഗിക്കാൻ പറ്റുമോ ഈ ബലിവസ്തു കഴിക്കാൻ പറ്റുമെന്ന്? പറ്റുമോ? ഹല്ലേലൂയ. കാരണം എന്താ? നിങ്ങളൊരു പെട്രോൾ വണ്ടി മേടിച്ചു, പെട്രോൾ കിട്ടിയില്ല, ഡീസൽ ഒഴിച്ചു, ഓടുമോ? ക്രൈസ്തവൻ്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇലക്ട്രിക് വണ്ടി പോലെയാണ്. ഇലക്ട്രിക് വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 മണിക്കൂർ ചാർജ് ചെയ്താലാണ് ആ വണ്ടി ഓടുകയുള്ളൂ. മറ്റു വണ്ടികൾ അങ്ങനെയല്ല, ചെന്ന് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഫ്യൂൽ അടിച്ച് കയറ്റി വിടും. ഹല്ലേലൂയ. ഈ ചാർജ് ചെയ്യാത്ത ഇലക്ട്രിക് വണ്ടി റൂട്ടിലൂടെ ഓടിയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ ചാർജ് തീരുമ്പോൾ ആ സ്ഥലത്ത് കിടക്കും. അതാ ക്രിസ്ത്യാനികൾ റോട്ടിൽ കിടക്കുന്നത്, അതാ ക്രിസ്ത്യാനികൾ കള്ള് ഷാപ്പിൽ കിടക്കുന്നത്, അതാ ക്രിസ്ത്യാനി ബാറിൻ്റെ മുമ്പിൽ കിടക്കുന്നത്. കാരണം എന്താ? ചാർജ് തീർന്നു പോയി. ഇപ്പോൾ ചാർജ് കിട്ടാനുള്ള സ്ഥലം ഏതാണ്? ബിവറേജ് കോർപ്പറേഷനാണ്. ചാർജ് കിട്ടാനുള്ള സ്ഥലം ഏതാണ്? കള്ള് ഷാപ്പാണ്. ചാർജ് കിട്ടാനുള്ള സ്ഥലം ഏതാ? മയക്കുമരുന്ന്. ക്രിസ്ത്യാനിയുടെ ഒരു ഫ്യുവലെന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് അത് ഈശോ ആണ്. ആ ഈശോയുടെ അടുത്തിരുന്ന് ചാർജ് ചെയ്യാതെ ഒരു ക്രിസ്ത്യാനിക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്നവനാണെന്ന് നടിച്ചുകൊണ്ട്, പ്രാർത്ഥിക്കുന്നവനാണ് അഭിനയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അവനെ അനുവദിക്കില്ല. ഹല്ലേലൂയ. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 13:10, സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 13:1. ഇതെല്ലാം പറയുന്നത് പഴയ നിയമം പുതിയ നിയമം പറയുന്നത് വിജാതീയ ദേവനെ അർപ്പിച്ചാൽ അതൊരു പാപമാണെന്നും. ഹോസിയ 13 ഇപ്രകാരമാണത്. സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു. എഫ്രൈം സംസാരിച്ചപ്പോൾ, കർത്താവിൻ്റെ ഗോത്രമാണ് എഫ്രൈം. അതിൽ പ്രകാരം പറയും, അവർ ഇസ്രായേലിൽ സമുന്നതനായിരുന്നു, അവർ കഴിവുള്ളവരായിരുന്നു. നേരത്തെ പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു പ്രത്യേക ജനതയാണ്, ശ്രേഷ്ഠ ജനതയാണ്. എന്നാൽ അവർ ചെയ്യുന്നൊരു പാപം എന്താണെന്ന് വെച്ചാൽ അവിടെ പറയാണ്, എന്നാൽ ബാൽ നിമിത്തം അവൻ പാപം ചെയ്തു, അവൻ മരിച്ചു. വിജാതീയ ദേവനെ അർപ്പിച്ച അല്ലെങ്കിൽ പ്രാർത്ഥന നമ്മൾ പറയുകയാണ്, അവർ വീട്ടിൽ ആരുമില്ല സഹായിക്കാൻ, അതുകൊണ്ട് ഞാൻ ഒരു മന്ത്രവാദത്തിന് പോയി സഹായിക്കട്ടെ. ഞാൻ ചെയ്യുന്നില്ല. ആരാ ചെയ്യുന്നത്? അവരാണ്. ചെയ്യാൻ പറ്റുമോ? ഒരാൾ വീണെടുക്കുകയാണ്, ഞാൻ ആരുമില്ല വീട്ടിൽ, ഞാൻ ഒന്ന് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ അത് കർത്താവിന് ഇഷ്ടപ്പെട്ട. കർത്താവ് സത്രത്തിലേക്ക് സമറിയക്കാരനെ കർത്താവിൻ്റെ വാഹനത്തിൽ കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ടു പോവുക. ഹല്ലേലൂയ. അവരൊരു ഉത്സവം നടത്താണ്, അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ വേല നടത്താണ്. ആരുമില്ല, ഞാൻ ഒന്ന് സഹായിക്കാൻ പാടില്ല. അതല്ലേ പറഞ്ഞത്? എന്താണ് അത് പറയണം? അത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ബാൽ നിമിത്തം അവർ പാപം ചെയ്തു. തൊട്ടടുത്ത് വചനം കിടക്കാണ്, അവൻ മരിച്ചു. ഹല്ലേലൂയ. അവർ ഇപ്പോൾ കൂടുതൽ പാപം ചെയ്യും. അതായത് കാർന്നോമാർ ദൈവപ്രമാണങ്ങൾ ലംഘിച്ചാൽ മക്കളുടെ മക്കൾ വരുമ്പോഴേക്കും ഇത് ചെയ്ത് പോകും. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു കളവ് ചെയ്തൊരു വസ്തു ഒരാൾ കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിക്കുകയാണ് അറിയാത്ത വിധത്തിൽ. ഇപ്പോൾ ബാങ്കുകളിൽ നടക്കുന്നുണ്ട്, ATM, അതിൽ കുറേ പൈസ കൂടെ. അത് കളവാണെന്ന് അറിയാതെ നമ്മൾ ആ സാധനം കയ്യിൽ വെച്ചു എന്നറിയാം. ഈ കള്ളനെ പിടിച്ചു കഴിയുമ്പോൾ കള്ളൻ പറയുന്ന കാര്യം എന്താ? ഇത്ര ലക്ഷം രൂപ ഇന്ന സ്ഥലത്താണ് കൊടുത്തത്, വരുമോ? നിങ്ങളുടെ അടുത്ത് വരുന്നതിൻ്റെ കാരണം എന്താ?
വരുന്നതിൻ്റെ കാരണം എന്താ? ഈ കൊള്ളവസ്തു അവിടെ ഉണ്ടെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ദേവനർപ്പിച്ച ബലിവസ്തു സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ? നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ദൈവവുമായുള്ള ബന്ധങ്ങൾ കൂട്ടുകൾ, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എൻ്റെ ജനമാണ്, വലിയ കാര്യങ്ങളല്ല കർത്താവ് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ദേവന്മാർക്കർപ്പിച്ച ബലിവസ്തുക്കൾ സ്വീകരിക്കുകയോ പുലർക്കാലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാതെ ശരീരത്തിന് സുഖം കൊടുക്കാൻ വേണ്ടി രാവിലെ 6 മണി 7 മണി 8 മണി 9 മണി 10 മണി 12 മണി ചെയ്താൽ നീ നിൻ്റെ ശരീരത്തെ മലിനപ്പെടുത്തുകയാണ്, പിശാചിന് വിട്ടുകൊടുക്കുകയാണ്. അല്ലെങ്കിൽ വചനം പറയാണ്, ആത്മാവിൻ്റെ പ്രവർത്തനം ശരീരത്തിനെതിരെയാണ്, ശരീരത്തിൻ്റെ പ്രവർത്തനം ആത്മാവിനെതിരെയാണ്.